ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു ചക്കയപ്പം ഉണ്ടാക്കാം. അതിനു വേണ്ടി ചക്ക നമുക്ക് നന്നാക്കി എടുത്തത് ഒരു മിക്സിയിൽ അടിച്ചെടുക്കാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി എടുക്കാം. ഞാൻ വറുത്ത അരിപ്പൊടിയാണ് എടുത്തത്. അരിപ്പൊടിയിലേക്ക് ചക്ക മിക്സിയിൽ അടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ വേറെ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ചക്കേൻ്റെ പൾപ്പ് മാത്രം മതി. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ച മാവ് അവിടെ മൂടി വയ്ക്കാം. ഒരു പാത്രം എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ശർക്കര അച്ച് ഉരുക്കിയെടുക്കാം. ഉരുക്കിയെടുത്ത ശർക്കര പാനി ഒരു അരിപ്പയിൽ അരിച്ച് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചക്കയ്ക്ക് മധുരമുണ്ട്, അതുകൊണ്ട് ഇത് കുറച്ച് ശർക്കരപ്പാനി മതി. ഈ അപ്പം ഉണ്ടാക്കുന്നതിന് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ആവശ്യമാണ്, അത് ഞാൻ പിന്നീട് പറയാം. കുറച്ച് ഏലക്ക പൊടിച്ചതും ഇട്ട് നല്ലവണ്ണം യോജിപ്പിക്കാം. ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ കൂട്ട് ഈ പാകത്തിൽ ഉണ്ടാക്കി നമുക്ക് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് പ്രധാനപ്പെട്ട ഒരു സാധനം വേണം. ഇതിലേക്ക് കുറച്ച് തേങ്ങ ആവശ്യമാണ്. നമുക്കിത് പൂളിയെടുക്കാം. ഈ തേങ്ങാക്കൊത്തെല്ലാം ചെറുതായി മുറിച്ച് എടുക്കാം. ഈ അപ്പത്തിലേക്ക് കുറച്ച് ചെറിയുള്ളി ആവശ്യമാണ്. ചെറിയുള്ളി നമുക്ക് നന്നാക്കി എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലവണ്ണം ചൂടാകുമ്പോൾ ഈ തേങ്ങാക്കൊത്ത് അതിലേക്കിട്ട് നല്ല ചുവക്ക വറുത്തെടുക്കണം. തേങ്ങാക്കൊത്ത് നല്ല ചുവക്ക വറുത്ത് കോരിയെടുക്കാം. അതിൽ ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതിട്ട് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് വറുത്തതും ഉള്ളി വറുത്തതും കൂടി ഈ മാവിലേക്ക് ഇട്ട് നല്ലവണ്ണം യോജിപ്പിക്കാം. ഇനി ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് അത് ചുട്ടെടുക്കാം. ചക്കയപ്പം റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ. നല്ല സ്വാദാണ്. നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.